ഇസ്രായേൽ ഇറാൻ ജനതയ്ക്കൊപ്പമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറയുന്നത് ഇങ്ങനെ: ഇറാൻ നേതാക്കളെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. എങ്കിലും ഈ സുപ്രധാന നിമിഷത്തിൽ ഇടനിലക്കാരോ അലങ്കാരങ്ങളോ ഇല്ലാതെ ഞാൻ നിങ്ങളെ, ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു. ലെബനോനെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചും ഗാസയെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചും തീവ്രമായ പ്രസംഗങ്ങൾ അവർ നടത്തുന്നു. പക്ഷേ ഓരോ ദിവസവും ആ ഭരണം നമ്മുടെ പ്രദേശത്തെ അന്ധകാരത്തിലേക്കും യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നു. ഓരോ ദിവസവും അവരുടെ ആജ്ഞകൾ നടപ്പിലാക്കുന്ന യന്ത്രമനുഷ്യർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ദീഫിനോട് ചോദിക്കൂ, നസ്രുള്ളയോട് ചോദിക്കൂ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടവുമില്ല. ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനും ഞങ്ങൾ എവിടേക്കും പോകും. ഓരോ നിമിഷം കടന്നു പോകുന്തോറും ഇറാന്റെ ഭരണം നിങ്ങളെ, മാന്യരായ പേർഷ്യൻ ജനതയെ, അഗാധ ഗർത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഇറാനിലെ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളുടെ കാര്യത്തിൽ തൽപരരല്ലെന്ന് അറിയാം. ഇറാൻ നിങ്ങളെക്കുറിച്ച് കരുതിയിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള യുദ്ധങ്ങൾക്കായി അത് കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവസാനിപ്പിക്കുമായിരുന്നു. അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. ആണവായുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കുന്ന വലിയ തുകകൾ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായും ചെലവഴിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. ഇറാനിലെ സ്വേച്ഛാധിപതികൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ അത് ചിന്തിക്കുക. ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ രണ്ട് പുരാതന ജനത, ജൂതജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും. നമ്മുടെ രണ്ട് രാജ്യങ്ങളായ ഇസ്രായേലും ഇറാനും സമാധാനത്തിലായിരിക്കും. ആ ദിവസം വരുമ്പോൾ 5 ഭൂഖണ്ഡങ്ങളിലായി ഭരണം കെട്ടിപ്പടുത്ത ഭീകര ശൃംഖല പാപ്പരാകും, തകർക്കപ്പെടും. ഇറാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം അഭിവൃദ്ധിപ്പെടും. അനന്തമായ ദാരിദ്ര്യത്തെക്കാളും അടിച്ചമർത്തലുകളെക്കാളും യുദ്ധത്തെക്കാളും ഇതെല്ലാം മികച്ചതായി തോന്നുന്നില്ലേ? കോം മുതൽ എസ്ഫഹാൻ വരെ, ഷിറാസ് മുതൽ തബ്രീസ് വരെ ദശലക്ഷക്കണക്കിന് നല്ലവരും മാന്യരുമായ ആളുകളുണ്ട്. അവർക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവും ശോഭനമായ ഭാവിയുമുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ഒരു ചെറിയ കൂട്ടം മതഭ്രാന്തന്മാരെ അനുവദിക്കരുത്. നിങ്ങൾ കൂടുതൽ അർഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ മികച്ചത് അർഹിക്കുന്നു. ലോകം മുഴുവൻ മെച്ചപ്പെട്ടവ അർഹിക്കുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ബലാത്സംഗക്കാരെയും കൊലയാളികളെയും നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ നേതാക്കൾ പിന്തുണയ്ക്കുന്നു. നിങ്ങളിത് അർഹിക്കുന്നില്ല. ഇറാനിലെ ജനങ്ങൾ അറിയണം, ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നമുക്കൊരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയെ പുൽകാമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു.